കേരള ബി.ജെ.പിയിൽ സംഭവബഹുലമായ മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കായുള്ള മത്സരം കോൺഗ്രസിൽ നടക്കുന്ന അതേപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായുള്ള ചരട് വലികളും ആഭ്യന്തര പോർവിളികളും സജീവമായി നടക്കുകയാണ് ബി.ജെ.പിയിൽ. കഴിഞ്ഞ ദിവസത്തെ ശോഭാ സുരേന്ദ്രന്റെ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ശോഭാ സുരേന്ദ്രനുള്ള സാധ്യത മങ്ങിയതായി കാണാം. ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളായിരുന്നു സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. എന്നാൽ ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് രാജീവ് ചന്ദ്രശേഖറിനുള്ള സാധ്യത വർദ്ധിച്ചതായി കാണാം. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് ഈ മാസം 15-ന് മുൻപ് നടക്കും. ദേശീയ അധ്യക്ഷനെ ഈ മാസം ഒടുവിലും തീരുമാനിക്കും. ദേശീയ അധ്യക്ഷനെയും സംസ്ഥാന അധ്യക്ഷന്മാരെയും ദേശീയ കൗൺസിൽ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ബി.ജെ.പി സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടിക്രമം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ നേതാക്കളെയും പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മേഘാലയയുടെയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന് നാഗാലാൻഡിന്റെയും ചുമതലയാണുള്ളത്. ലക്ഷദ്വീപിൽ പൊൻ രാധാകൃഷ്ണൻ മേൽനോട്ടം വഹിക്കും. 29 സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിനാണ് വിവിധ ദേശീയ ഭാരവാഹികളെയും കേന്ദ്രമന്ത്രിമാരെയും ബി.ജെ.പി നിയോഗിച്ചത്. ഈ വർഷം മധ്യത്തോടെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് ഏറെ നിർണായകമാണ്. ജനുവരി അവസാന വാരത്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. 2019 മുതൽ ദേശീയ അധ്യക്ഷ പദവിയിൽ തുടരുന്ന ജെ.പി. നദ്ദ 3ാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയാണ്. ദേശീയ അധ്യക്ഷന് തുടർച്ചയായി 2 തവണ മാത്രമേ അവസരം അനുവദിക്കാവൂ എന്നതാണ് ബി.ജെ.പി ഭരണഘടനയിലെ വ്യവസ്ഥ. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖറിന്റേതാണ്. എന്നാൽ അതേസമയം തന്നെ ഇന്നലെ വരെ ഉയർന്നു കേട്ടിരുന്ന പേര് ശോഭാ സുരേന്ദ്രന്റേതുമാണ്. ശോഭാ സുരേന്ദ്രൻ ഇത് മുന്നോട്ട് വയ്ക്കുന്ന, അതായത് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ശോഭാ സുരേന്ദ്രന് ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഫേസ്ബുക്ക് കുറിപ്പുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ വോട്ട് ശേഖരിക്കാനാകും എന്നുള്ള പ്രതീക്ഷയെല്ലാം വരുന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നേറുന്നത്. ഇവയെല്ലാം തന്നെ അടുത്ത സംസ്ഥാന അധ്യക്ഷ ശോഭാ സുരേന്ദ്രനാകാം എന്നുള്ള സാധ്യതയിലേക്ക്, അഥവാ അത്തരത്തിലുള്ള പ്രതീക്ഷയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതാണ് കേരളത്തിലെ മറ്റ് പ്രവർത്തകർക്കെല്ലാം താല്പര്യം എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖർ അതിനോട് കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും കേരളത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാനുള്ള താല്പര്യക്കുറവ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമെല്ലാം തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ അസ്വസ്ഥതയെല്ലാം തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറാണോ ശോഭാ സുരേന്ദ്രനാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ഉത്തരത്തിലേക്ക് എത്താൻ ബി.ജെ.പി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ അപ്പോഴും പ്രതീക്ഷയുടെ പൊന്തിരിവിട്ട് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ കെ സുരേന്ദ്രൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തന്നെ ചുമതലയേൽക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രന്റെ അധ്യക്ഷ പദവിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരിക്കില്ല. അദ്ദേഹം തന്നെ ബി.ജെ.പി നയിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് വലിയ തരത്തിലുള്ള അഴിച്ചുപണി വേണമെന്നുള്ള തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ അതേസമയം തന്നെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾക്കെല്ലാം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. 2024 ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് സീറ്റ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ വോട്ടുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാധീന മേഖലയെല്ലാം തന്നെ കൈവിട്ടു പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും സുരേന്ദ്രന് നേരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അധ്യക്ഷ പദവിക്കായിട്ടുള്ള പോർവിളികളും ശക്തമാകുന്നത്. മാത്രമല്ല സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറിയതിനു ശേഷം സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം കെ സുരേന്ദ്രനെതിരെ വരുന്നുണ്ട്. സന്ദീപ് വാര്യരെ അനുകൂലിക്കുന്ന ചിലരെങ്കിലും ഇപ്പോൾ ബി.ജെ.പിയിലുള്ളതും സുരേന്ദ്രന് പ്രതികൂലമാകാനുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല പക്ഷങ്ങളായി തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പല ചേരികളായി തിരിഞ്ഞുകൊണ്ടുള്ള ഗ്രൂപ്പിസം എല്ലാം തന്നെ ബി.ജെ.പിയിൽ കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷം പിടിമുറുക്കുകയും കേന്ദ്രവുമായി നേരിട്ടുള്ള ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ചർച്ച എത്തി നിൽക്കുന്നത് എം.ടി. രമേശിലുമല്ല ശോഭാ സുരേന്ദ്രനിലുമല്ല, അത് രാജീവ് ചന്ദ്രശേഖറിലാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണോ കേരളത്തിലെ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന്റെ ആ അസ്വസ്ഥത മാറി അദ്ദേഹത്തിന്റെ സമ്മതം മാത്രം മതി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്.